വെൽക്കം ബാക്ക് ടു BCI ട്യൂട്ടോറിയൽസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഈസ് എ കളക്ഷൻ ഓഫ് ഓട്ടോണമസ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ദാറ്റ് ആർ ഫിസിക്കലി സെപ്പറേറ്റഡ് ബട്ട് ആർ കണക്റ്റഡ് ബൈ എ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് equipped with distributed system software. The autonomous computers will communicate among each system by sharing resources and files and performing the tasks assigned to them. The distributed systems are at the heart of modern computing. They are designed to handle complex tasks by distributing them across multiple interconnected computers or nodes. Unlike traditional centralized systems where a single computer handles all tasks, distributed systems distribute the workload across multiple nodes, allowing for greater scalability, fault tolerance and performance. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നോഡ്സ് കമ്പ്യൂട്ടർ ഡിവൈസസ് പരസ്പരം ഫിസിക്കലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ആർ കണക്റ്റഡ് ബൈ എ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു മിഡിൽ വെയർ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവർ അതിൻ്റെ ഷെയർഡ് ആയിട്ടുള്ള ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഡിഫറെൻറ്റ് ഓട്ടോണോമസ് ആയിട്ടുള്ള സിസ്റ്റംസ് ഫോർ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി? ഒന്നുകിൽ ഏതെങ്കിലും രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി, ഡിഫറെൻറ്റ് റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലതരം പർപ്പസിന് വേണ്ടി ഡിഫറെൻറ്റ് ഡിവൈസസ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഒരു മോഡേൺ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഹാർട്ടായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ പല ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പല ടെക്നോളജീസും ഏതിന് ഭാഗമാണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഇത്തരം ഓട്ടോണോമസ് സിസ്റ്റത്തിനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ കോംപ്ലക്സ് ടാസ്ക് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഇത്തരം ഡിവൈസസിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു സിസ്റ്റമാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇവിടെ മോർ ദാൻ വൺ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പരസ്പരം ഡിഫറെൻറ്റ് നോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നോഡ്സിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നു. അവിടെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ഈ ഒരു ഇൻ്റർഫേസ് ത്രൂ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു മിഡിൽ വെയർ എന്ന് പറയാം. ഓക്കെ, ഈ മിഡിൽ വെയർ ത്രൂ ആണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Each autonomous system has a common application that can have its own data that is shared by the centralized database system. To transfer the data to autonomous system, centralized system should be having a middleware service and that should be connected to a network. This middleware services enable some services which are not present in the local systems or centralized system default by acting as a interface between the centralized system and the local system. By using components of middleware services, system communicate ആൻഡ് മാനേജ് ഡാറ്റ. ഇത്തരം മിഡിൽ വെയർ സർവീസസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഡിവൈസസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഡാറ്റ മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കൺകറൻസി. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ഓഫൺ ഇൻവോൾവ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് ഓർ കോമ്പണൻസ് റണ്ണിങ് കൺകറൻ്റ്ലി മേക്കിംഗ് ഇറ്റ് ക്രൂഷ്യൽ ടു മാനേജ് സിങ്ക്രോണൈസ് ആൻഡ് കോർഡിനേഷൻ. ഇപ്പോൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇത്തരത്തിൽ റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പരസ്പരം ഏതെങ്കിലും രീതിയിലൊരു കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡാറ്റ ഷെയറിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കേസസിൽ അവിടെ ആ ഒരു
എക്സിക്യൂഷന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സിങ്ക്രണൈസ് ചെയ്യേണ്ടി വരും, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ കൺകറൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രാൻസ്പാരൻസി. ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എയിംസ് ടു ഹൈഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ അണ്ടർലൈങ് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക്, പ്രൊവൈഡിങ് ട്രാൻസ്പാരൻസി ഇൻ ലൊക്കേഷൻ, ആക്സസ്, മൈഗ്രേഷൻ ആൻഡ് ഫെയിലർ. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന യൂസേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു നോഡ് ഇതിനെയാണോ ആക്സസ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ അത് ഏത് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഏതെങ്കിലും സിസ്റ്റം ഫെയിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ഡാറ്റ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ, അത്തരം കേസസ് ഒന്നും ഒരു യൂസറിനെ ബോധർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ആ യൂസേഴ്സ് അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരം കോംപ്ലക്സിറ്റീസ് എല്ലാം ഒരു യൂസേഴ്സിന് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ്പാരൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ ട്രാൻസ്പാരൻസി, ആക്സസ് ട്രാൻസ്പാരൻസി, മൈഗ്രേഷൻ ട്രാൻസ്പാരൻസി, ഇങ്ങനെ ഡിഫറെൻറ്റ് ട്രാൻസ്പാരൻസീസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് ഫിസിക്കലി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഫേസ്ബുക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഫേസ്ബുക്കിൻ്റെ സെർവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ എവിടെയാണ് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സെർവർ ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ഓക്കെ, then fault tolerance. Distributed systems are designed to handle hardware and software failures gracefully, ensuring uninterrupted operation. ഇപ്പോൾ ഇത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിസ്റ്റത്തിൻ്റെ കേസിൽ ഒരുപാട് ഡിവൈസസ് അല്ലെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് വേണ്ടി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിലായി കഴിഞ്ഞാലും ആ എൻ്റയർ സിസ്റ്റം ഫെയിലാവുന്നില്ല. ഓക്കെ, അത് ഏത് രീതിയിലും ഇൻറ്ററപ്റ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഫോൾട്ട് ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next one, communication. Communication in distributed systems involves the exchange of data between nodes. This is fundamental as distributed nodes must work together to accomplish tasks. Nodes in a distributed system communicate through various mechanisms such as message passing, remote procedure calls and web services. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ഡിവൈസ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലൊക്കെ നടക്കാമെന്നുള്ളതാണ്, ഏതൊക്കെ മെക്കാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഈ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മെസ്സേജ് പാസിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യാം, റിമോട്ട് പ്രൊസീജിയർ കോൾസ്, അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മെക്കാനിസംസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഡിഫറെൻറ്റ് സിസ്റ്റം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹെട്രോജിനിറ്റി. നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് ഡെവലപ്പർ ഇംപ്ലിമെൻറ്റേഷൻസ് ക്യാൻ വാരി ആൻഡ് ഡിഫർ എമംഗ് ഡിസ്പേഴ്സ്ഡ് സിസ്റ്റം കോമ്പണൻസ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഓട്ടോണോമസ് സിസ്റ്റംസ് ആണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതിൽ പല ഡിവൈസസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്, ഏത് ഹാർഡ്വെയർ ആണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയണില്ല. ആർക്കും ഏത് ഡിവൈസും യൂസ് ചെയ്യും, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. തന്നെ ഒരു ഓപ്പൺനെസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഹെട്രോജനിറ്റി എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. Next one, scalability. The distributed system can scale horizontally by adding more nodes, making them suitable for accommodating growing workload. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കൂടുതൽ ഡിവൈസസ് നമുക്ക് നമ്മുടെ വർക്ക് ലോഡിനനുസരിച്ച് നമുക്ക് ഡിവൈസസ് ആഡ് ചെയ്യുകയോ അതുപോലെ തന്നെ അവിടുന്ന് റിമൂവ് ചെയ്യുകയോ ചെയ്യാം. അതാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കവിടെ ഉണ്ട്. Next one, consistency and replication. Maintaining a data consistency in a distributed environment is challenging, and techniques like data replication and distributed consensus are used to manage it. അപ്പോൾ ഇത്തരം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഡാറ്റ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റൊരു കൺസേൺ ആണ്. അതായത് ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ഡിവൈസസ് യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു, അതൊരു ഷെയർഡ് ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റം വൾണറബിലിറ്റീസ് വരാം, അല്ലെങ്കിൽ അത് ത്രെഡ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റം സെക്യൂരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റ പ്രിസർവ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത്തരം കേസസ് ആക്സസ് കൺട്രോൾ അതുപോലെ തന്നെ ഡാറ്റ എൻക്രിപ്ഷൻ
സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് സ്ട്രാറ്റജീസ് ഡിസ്ട്രിബ്യൂട്ട് വർക്ക് ലോഡ്സ് ഈവൻലി അക്രോസ് നോഡ്സ് ഒപ്റ്റിമൈസിങ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇപ്പോൾ ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി കണക്ട് ചെയ്തിട്ടുള്ളൊരു കേസാണ് എങ്കിൽ അവിടെ ആ ഒരു വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഓരോ ഡിവൈസസും നമ്മൾ ഈവൻലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഈ ഒരു ലോഡ് ബാലൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ റെഫറൻസസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിന് നമുക്ക് ഇതിൻ്റെ ചാലഞ്ചായിട്ടും പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഈ ഒരു കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഒക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്യൂരിറ്റി അതിൻ്റെ ഒരു ചാലഞ്ചാണ്. അവിടെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഡാറ്റ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് അതിലൊരു ചാലഞ്ചായിട്ട് വേണം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ഈ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താ, നമുക്ക് ഡിഫറെൻറ്റ് വർക്ക് ലോഡാണ് നമ്മളവിടെ ഒരു കോംപ്ലക്സ് ടാസ്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റിയാണ് നമ്മളവിടെ ഡിഫറെൻറ്റ് ഡിവൈസസിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു HSSTക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓരോ സബ്ജക്റ്റും പ്രത്യേകം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടെഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്, വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ഓരോ ടെക്സ്റ്റ് എടുത്ത് നമ്മളതിനെ വെച്ച് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു 4-5 പേർക്ക് അത് ഷെയർ ചെയ്ത് ഓരോരുത്തരും ഓരോ സബ്ജക്റ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത് പഠിച്ച് ഒരുമിച്ച് നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം തിരിച്ചൊരു കമ്പൈൻ സ്റ്റഡി ആക്കി എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു ടൈം സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു എഫിഷ്യൻ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു സിസ്റ്റം, ഒരു സബ്ജക്ട്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ നമുക്ക് എന്ത് പറയാം, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഈ ഒരു കോംപ്ലക്സ് ടാസ്ക് നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു കോംപ്ലക്സ് ടാസ്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, പെർഫോം ചെയ്യാം. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.